ഹായ് ഫ്രണ്ട്സ്, എവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ, ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്, അത് നിങ്ങളെ തേടി വരുന്നുണ്ടോ, അത് നിങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ കാലം കൊണ്ട് ചില കാര്യങ്ങൾക്കൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾക്ക് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അതെന്താണ്, അത് ലഭിക്കുമോ എന്നുള്ളതാണ് നമ്മളിവിടെ ഇന്നത്തെ ഈ എനർജിയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഈ റീഡിംഗ് ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സാഹചര്യവുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓർക്കുക, നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നു. ആർക്കെങ്കിലും പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്കിപ്പോൾ വരാൻ പോകുന്നത്. കണ്ടില്ലേ, നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് കണ്ടില്ലേ, 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണ്, ചിലപ്പോൾ നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാവാം. അതുമല്ലെങ്കിൽ കുട്ടികളുമായിട്ടും നിങ്ങളും ഒക്കെ വേർപിരിഞ്ഞ് താമസിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഒന്ന് ചേർന്ന് നല്ലൊരു ഫാമിലിയിലേക്ക് പോകണം എന്ന്. നല്ലതുപോലെ പഴയ വിദ്വേഷമെല്ലാം കളഞ്ഞ് ഒന്നുകൂടി വളരെയധികം സന്തോഷമായിട്ട് ഒരു ഹാപ്പി ഫാമിലി എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു ഫാമിലിയിലേക്ക് കടക്കണം എന്ന് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുതന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ളത്. തികഞ്ഞ സന്തോഷത്തോടുകൂടി നല്ല ചില മാറ്റങ്ങളോടുകൂടി നല്ലതുപോലെ ഐശ്വര്യത്തോടും സമൃദ്ധിയോടും കൂടി നിങ്ങൾക്ക് ഒരു ഫാമിലിയായി കഴിയാനുള്ള സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് നിങ്ങൾക്കിപ്പോൾ ലഭിക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. 10 ഓഫ് കപ്സിൻ്റെ എനർജി. 10 ഓഫ് കപ്സ് 10 വരുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. മനസ്സിലായി? ഇപ്പോൾ വരാൻ പോകുന്ന സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണെന്നാണ് കാണുന്നത്. അടുത്തതായിട്ട് 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 8 ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. കണ്ടില്ലേ, ഇവിടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. ആവശ്യമില്ലാത്തതൊക്കെ വിട്ടുകളയുക. നമ്മളെപ്പോഴും പറയാറുണ്ട്, ആവശ്യമില്ലാത്തതിനെ കളഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്, അല്ലേ? നമ്മുടെ വീടിനകം തന്നെ എല്ലാം ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ടാവും, നമ്മുടെ വീടിൻ്റെ പരിസരത്തും ഒക്കെയായിട്ട്. പക്ഷെ ഇതിനൊക്കെ നമ്മളൊരു ചൂല് കൊണ്ട് എങ്ങനെ നീക്കിക്കളയുമ്പോൾ വീട് എങ്ങനെ വൃത്തിയാകുന്നുവോ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലും നടക്കുന്ന ഒരു പ്രോസസ്സ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. മനസ്സിലായി? നിങ്ങളുടെ വീടിനെ എത്രമാത്രം നിങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു, എത്രമാത്രം നിങ്ങൾ അവിടുത്തെ മാലിന്യങ്ങളെ പുറത്തേക്ക് അടിച്ചു കളയുന്നുവോ അതേപോലെ നിങ്ങളുടെ ഉള്ളിലെ മാലിന്യങ്ങളെയും പുറത്തേക്ക് അടിച്ചു കളയുകയാണ് വേണ്ടത്. അപ്പോൾ ഈ മാലിന്യങ്ങളെല്ലാം നിങ്ങൾ മാറ്റം ചെയ്യുന്നതോടുകൂടി, അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നതോടുകൂടി നിങ്ങളതിനെ വേണ്ടെന്ന് വയ്ക്കാം. നിങ്ങൾക്ക് പല കാര്യങ്ങളെയും ഇവിടെ വേണ്ടെന്ന് വയ്ക്കാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഇപ്പോൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വേണ്ടെന്ന് വയ്ക്കാം. വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. അത്രമാത്രം നല്ല സന്തോഷത്തിലും സമാധാനത്തിലും നിങ്ങൾക്ക് കഴിയാനുള്ള അവസരമാണ് ഇവിടെ ഒരുങ്ങുന്നത്. മനസ്സിലായി? നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാകും ചില കാര്യങ്ങളെയൊക്കെ വിട്ടുകളയണമെന്ന്, അല്ലേ? ചില കാര്യങ്ങളെ ഉപേക്ഷിച്ച് നല്ല ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി അതുമല്ല, ഉപേക്ഷിക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിന് വേണം, അല്ലെങ്കിൽ പുതിയ ഒരു ലൈഫിലേക്ക് നീങ്ങണം, സ്പിരിച്വലായിട്ട് കുറച്ച് മുന്നോട്ട് വരണം, ആത്മീയപരമായ ഉണർവ് അത് അത്യാവശ്യ കാര്യമാണ്. പിന്നെ അതുപോലെ ദൈവികമായ ചിന്തകളിലൂടെ കൂടുതലായിട്ടും അതിൽ സമയം കണ്ടെത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇന്നർ പീസിന് വേണ്ടി, നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് നിങ്ങളിപ്പോൾ അത് ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് വരാൻ സാധിക്കുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട്. 8 ആണ് നമ്പർ. 8 പോർട്ടൽ. മനസ്സിലായോ? അതിൻ്റെ തന്നെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ 888 പോർട്ടലിൻ്റെ എനർജി നിങ്ങൾക്കിവിടെ ധാരാളമായി ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. മാനസികമായി സമാധാനം അനുഭവിക്കാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നു എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. അടുത്തായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ
സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ജോലിക്കാര്യത്തിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടാൻ സമയമായിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുരസ്കാരം കിട്ടാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെയും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടാം, അതുമല്ലെങ്കിൽ ഒരു പുരസ്കാരം, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടാനുള്ള സമയമായിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലാവാം, അതുപോലെ മറ്റേതെങ്കിലും ഒരു കാര്യത്തിലാവാം, ഏതൊരു ജോലിയിലും നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാവാം. അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സന്തോഷം വരാനുള്ള സമയം ആയിരിക്കുന്നു. അതുമല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ആ സ്ഥലം ഒന്ന് മാറിയിട്ട് മറ്റൊരിടത്തേക്ക് പോകണമെന്ന്. ഇത് കുറച്ച് കാലം കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. തന്നെയുമല്ല, ജോലി ചെയ്യുന്നിടത്ത് വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന ആൾക്കാരും ഉണ്ടാവാം. അപ്പോൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട് ഇവിടെ നിന്നൊന്ന് മാറി വേറെ ഒരിടത്തേക്ക് ജോലി കിട്ടണമെന്ന്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട്. നിങ്ങളിലേക്ക് 6 ആണ് നമ്പർ. ഇവിടെ സർവ്വ കാര്യങ്ങളിലും നിങ്ങളിലേക്ക് ഒരു സക്സസ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. വൺസ് ഓഫ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. ഇവിടെ കപ്പാണ്, രണ്ടിടത്തും കപ്പാണ് വന്നിരിക്കുന്നത്. ഹൃദയപരമായ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ്. വാട്ടർ സൈനാണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി കൂടുതലായിട്ടും വന്നിരിക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ കണ്ടില്ല, ഇവിടെ നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്നതാണ് എക്സാം എടുക്കണമെങ്കിൽ ഏറ്റവും ടോപ്പിൽ വരണം, അതിനൊരു സ്കോളർഷിപ്പ് അല്ലെങ്കിൽ അവാർഡ്, റിവാർഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കണം എന്നൊക്കെ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടാവാം. അതുപോലെ ജോലിക്കാര്യങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്ത് നിങ്ങൾ പല കാര്യങ്ങളിലും ചെയ്യുന്നുണ്ടാവാം. പല കാര്യങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് അതിലൊരു സക്സസ് കൊണ്ടുവരാൻ നിങ്ങൾ സ്വയം വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വകയായിട്ട് ഒരു ആദരവ് ലഭിച്ചിട്ടില്ല എങ്കിൽ സമൂഹത്തിൽ നിങ്ങൾക്കൊരു ആദരവ് ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു. അതാണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങൾ വിചാരിച്ച കാര്യം തന്നെയാണ്, ഇത് നിങ്ങളിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് എന്താണ് നിങ്ങളിവിടെ തേടി നടക്കുന്നത്, അത് നിങ്ങളെ തേടി വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ സഫലതയാണ്. 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഈ 9 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെതായ ഒരു കുടുംബത്തിൽ സ്നേഹത്തിൻ്റെതായ ഇവിടെയൊക്കെ അതാണ് വന്നിരിക്കുന്നത്. കൂടുതലും നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത് കപ്പ് എനർജിയാണ്, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾ കൂടുതലായിട്ട് ഈ സമയത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഒത്തുചേർന്ന് സന്തോഷത്തിൻ്റെതായ ഒരു സഫലത. മനസ്സിലായോ? ഹൃദയപരമായ ഇമോഷൻസ് കൂടുതലായിട്ട് എന്തിനാണ്? സ്നേഹം ലഭിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ കുടുംബത്തിൻ്റെ സ്നേഹം ലഭിക്കാൻ, സമൂഹത്തിൻ്റെ സ്നേഹം ലഭിക്കാൻ ഒക്കെ നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരു സഫലത വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ നടക്കാനുള്ള സാധ്യത, പലരുടെയും വിവാഹം നടക്കുന്ന സാധ്യത, സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഓർണമെൻറ്റ്സ് വാങ്ങിക്കാനും അതിലൊരു സന്തോഷം അനുഭവിക്കാനും ഒക്കെയും ഇവിടെ സാധ്യത വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ആഗ്രഹിച്ചതാണ്, അത് നിങ്ങളെ തേടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് എന്താണ് നിങ്ങളിനി തേടി വരുന്നത്? ഇവിടെ വന്നിരിക്കുന്നത് 8 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. 8 ഓഫ് വാൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സ്പീഡിലാണ് നിങ്ങളിലേക്ക് ആക്ഷൻ വരുന്നത്. ഇത് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു പ്രോഗ്രസ് ആണ് വരാൻ പോകുന്നത്. ഇവിടെയും അത് തന്നെയാണ്. ഇവിടെ പ്രോഗ്രസ് അല്ല, ഇവിടെ പ്രോഗ്രസ് വന്നിട്ട് നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന എനർജി. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു പ്രോഗ്രസ് വരികയാണ്. ചിലപ്പോൾ ജോലി പുതിയതായിട്ട് ലഭിക്കുക, അല്ലെങ്കിൽ ആ ഒരു ജോലിയിൽ ഒരുപാട് സാധ്യതകൾ വരിക, അല്ലെങ്കിൽ പറഞ്ഞതുപോലെയുള്ള ശമ്പളത്തിനേക്കാളൊക്കെ സാലറികൾ ചിലപ്പോൾ കൂടുതൽ കിട്ടുന്ന എനർജി. ഇത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന എനർജിയാണ് ഇത്. മനസ്സിലായി? 8 ഓഫ് വാൺസിൻ്റെ എനർജി. 8 ആണ് നമ്പർ. ഇവിടെ കണ്ടില്ലേ, 8 ആണ് നമ്പർ. 888 വരുന്നില്ല. ഇവിടെ 88 ആണ് വന്നിരിക്കുന്നത്. 8 പോർട്ടൽ കണ്ടില്ലേ. എന്നാലും 8ന് പ്രാധാന്യമുണ്ട്. 8 എന്ന് പറയുമ്പോൾ എന്താണ്? അബണ്ടൻസിലേക്കുള്ള വാതിൽ തുറക്കുകയാണ്. അപ്പോൾ 8 എന്ന് പറയുമ്പോൾ ലയൺസ് ഗേറ്റ് പോർട്ടലാണ്, ഇൻഫിനിറ്റി സിമ്പലാണ്. അപ്പോൾ ഇൻഫിനിറ്റി
സിമ്പൽ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ദൈവാനുഗ്രഹത്തിൻ്റെ സിമ്പലാണ്. അനന്തമായ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു, അനന്തമായ അബണ്ടൻസ്, സമൃദ്ധി നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. ധാരാളമായിട്ട് നിങ്ങളിലേക്ക് എനർജി പാസ്സാവുന്ന ഒരു സമയമാണ് ഇത്. വാൺസ് കണ്ടില്ലേ, ഫയർ സൈനാണ്. അപ്പോൾ തന്നെയും കൂടുതലായിട്ടും മറ്റുള്ളവരുടെ എനർജി, അതായത് നിങ്ങൾക്കൊരു വിജയത്തിൻ്റെതായ എനർജി നിങ്ങളിലേക്ക് ഇവിടെ പാസ്സാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് വിജയത്തിൻ്റെ എനർജി മാത്രമല്ല, നിങ്ങളിലേക്ക് അബണ്ടൻസിൻ്റെ വാതിൽ തുറക്കുന്ന എനർജി കൂടെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങൾ. പിന്നെ എവിടെയെങ്കിലും നിങ്ങളിപ്പോൾ യാത്ര പുറപ്പെടാൻ തയ്യാറായിട്ടിരിക്കുന്നു, ആ യാത്രയിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പലരും ഇവിടെ യാത്രയൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ടാവാം, എവിടെയെങ്കിലും സന്തോഷകരമായ യാത്രകൾ. അതുമല്ല, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ യാത്രകൾ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. അത് നിങ്ങൾക്കിവിടെ വളരെയധികം സന്തോഷത്തിൽ കലാശിക്കുന്നു എന്നുള്ളതാണ്, സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. യാത്രകളുണ്ട്. പിന്നെ റിയൂണിയൻ, പിണങ്ങിയിരിക്കുന്ന കപ്പിൾസ് തമ്മിലുള്ളത് അല്ലെങ്കിൽ ലവേഴ്സ് തമ്മിലുള്ളത്, എന്തായാലും ശരി, അങ്ങനെയുള്ള റിയൂണിയൻ കൂടി ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇതെല്ലാം റിയൂണിയൻ നടക്കാൻ സാധ്യതയുള്ള കാർഡുകളാണ് ഇവിടെ എല്ലാം വന്നിരിക്കുന്നത്. ഈ ഒരു കാർഡ് ഒഴിച്ച് 8 ഓഫ് കപ്സിൻ്റെ എനർജി ഒഴിച്ച് ബാക്കി 4 കാർഡ്സ് നിങ്ങളുടെ നോ കോണ്ടാക്റ്റ് ആയിട്ട് ഇരിക്കുന്നവർക്ക് റിയൂണിയൻ സംഭവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. നമുക്ക് നോക്കാം അടുത്തതായിട്ട് നിങ്ങൾ തേടിയിരിക്കുന്നത് എന്താണ്. ഇതാണ് നിങ്ങളിവിടെ അന്വേഷിക്കുന്നത്. മുഴുവനും കപ്പ് എനർജിയാണ്. കണ്ടില്ലേ, കപ്പിൻ്റെ എനർജിയാണ് കൂടുതലായിട്ടും ഇവിടെ വന്നിരിക്കുന്നത്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി. ഈ ഒരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പ്രണയം മാത്രമല്ല, നിങ്ങളിലേക്ക് ധാരാളമായിട്ടും മനസമാധാനം വരുന്നുണ്ട്, പീസ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ഇന്നർ പീസ് ലഭിക്കുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. അതുമല്ല എങ്കിൽ നിങ്ങൾ എന്തിനോ ഒരു തുടക്കം കുറിക്കുന്നുണ്ടേ എങ്കിൽ അത് നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ്. അതുമല്ല, അത് ഒരു ദൈവികമായ ഹാൻഡാണ് നിങ്ങൾക്ക് ഈ ഒരു പുതിയ തുടക്കം കൊണ്ടുതരുന്നത്. മനസ്സിലായി? നിങ്ങൾ എന്തിനെങ്കിലുമൊക്കെ ഇപ്പോൾ തുടക്കം കുറിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹത്തിൻ്റെതാണെന്ന് ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ധാരാളമായിട്ട് മനസ്സമാധാനം, സന്തോഷം ഒക്കെയും തരുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇത് ഒരു ഡിവൈൻ റൊമാൻറ്റിക് ലവിൻ്റെ തുടക്കമാണെന്ന് കാണുന്നുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു ക്രിയേറ്റീവ് എനർജിയാണ് ഇതിവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ക്രിയേറ്റീവ് പവർ നിങ്ങളിലുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു അവസരം വന്നു ചേരുന്നത്. പുതിയ ചില പ്രണയങ്ങൾ തുടങ്ങുന്നതാവാം. അതുമല്ലെങ്കിൽ പുതിയ പുതിയ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക്, നല്ല വ്യക്തികളെ കാണാനുള്ള അവസരം, അതുപോലെ അവരുമായിട്ട് സംസാരിച്ച് നല്ല ലൈഫിലേക്ക് പോകാനുള്ള അവസരങ്ങളാണ് കൂടുതലായിട്ട് ഇവിടെ ഒരു തുടക്കം കൊണ്ടുവരുന്നു. അവസരങ്ങളുടെ തുടക്കം ഇവിടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ഇവിടെ ഏതൊരു കാര്യത്തിനും നിങ്ങൾക്കിപ്പോൾ ഒരു തുടക്കം വരുന്നുണ്ട്, പല കാര്യങ്ങളിലും. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളായാൽ തന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് ഇവിടെ ദൈവാനുഗ്രഹമാണ്. ഇനി ഒന്നും പ്രണയം മാത്രം പോരാ, ഇവിടെ ദൈവാനുഗ്രഹം കൂടെയാണ് ഇവിടെ വരുന്നത്. ആ ദൈവാനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് മുകളിലേക്കൊരു ഉയർച്ച വരാനുള്ളത്, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെതായ ഉയർച്ച. മനസ്സിലായി? ഇവിടെ സമാധാനം കിട്ടി മുന്നോട്ട് പോകുന്നതാണ് ഇവിടെ കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് നിങ്ങളിതൊക്കെ തേടിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അടുത്തതായിട്ട് എന്താണ് നിങ്ങൾ തേടിയിരിക്കുന്നത്? കണ്ടില്ലേ, ഇവിടെ ടെമ്പറൻസിൻ്റെ എനർജിയാണ്. കണ്ടോ, ഇവിടെ ദൈവികമായ അനുഗ്രഹം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്തു പോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്നു സാമ്പത്തിക കാര്യമായാലും സ്നേഹത്തിൻ്റെ കാര്യമായാലും ഒന്ന് ബാലൻസ് ചെയ്തു പോകണമെന്ന്. ഇത് രണ്ടും കൂടി കണക്റ്റായാൽ മാത്രമേ ജീവിതം സക്സസ്സിലേക്ക് പോവുകയുള്ളൂ. കാരണം ലവ് എനർജി അതുപോലെ മണി എനർജി രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ജീവിതം ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതും അവിടെ ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതും. ഇവിടെ കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള ഒരു കഴിവ്.
മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതിന് രണ്ടിനെയും കൂടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നെഗറ്റീവ് സൈഡുണ്ട്, പോസിറ്റീവ് സൈഡുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കരയിലൂടെയും വെള്ളത്തിലൂടെയും നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണത് അങ്ങനെ പോകാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ്? ദൈവാനുഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ്. ഇവിടെ നിങ്ങളുടെ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ ഉണ്ട്, ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഉണ്ട്. അതുപോലെ കൂടുതലായിട്ടും നിങ്ങൾക്ക് ജീവിതത്തെ ഒരു മിതത്വം പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് പരാജയം വന്നിട്ടുണ്ടാവാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന്. അപ്പോൾ അങ്ങനെ വിചാരിച്ചാലും, അതുപോലെ സ്നേഹപരമായ കാര്യങ്ങൾ, സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടെ ഒരു പ്രശ്നം വരാതെ അല്ലെങ്കിൽ പരസ്പരം ഒരു വിഷമം അനുഭവിക്കാതെ നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങളിവിടെ ആഗ്രഹിച്ച കാര്യം തന്നെയാണെന്നാണ് കാണുന്നത്. ഇവിടെ ഇനി നിങ്ങൾക്ക് കണ്ടില്ലേ, ഇവിടെ ഇനി നിങ്ങൾക്ക് 3 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ഹൃദയമുറിപ്പെട്ട ഒരവസ്ഥയിലാണ്. ഒന്നുകിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം, നിങ്ങൾക്കിടയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളും നിങ്ങളും തമ്മിൽ നല്ല ഒരു ജീവിതത്തിലേക്ക് കടന്നിരുന്നു. അതിനിടയിൽ മറ്റ് ചില ആൾക്കാരുടെ പ്രവേശനം ഉണ്ടായിട്ടുണ്ടാവാം. അതിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി അതുമല്ല, മറ്റുള്ളവർ നിങ്ങളുടെ ഹൃദയത്തെ വിഷമിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പാസ്റ്റിൽ കടന്നുപോയ ചില ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഹൃദയം മുറിപ്പെട്ട ഒരവസ്ഥയിലിരിക്കുകയാണ്, നല്ലതുപോലെ ഹൃദയം നൊന്ത് വിഷമിക്കുന്ന ഒരവസ്ഥയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്നും കടന്നു പോകണം എന്ന് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ നിന്നും കടന്നിട്ട് നല്ലൊരു ലൈഫിലേക്ക്, സന്തോഷത്തിലേക്ക് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് സാധിക്കുന്നതാണ്. കാരണം ഇതിനെ നിങ്ങൾക്ക് പാടെ ഉപേക്ഷിച്ചിട്ട് ഈ ഒരു എനർജിയെ, ഇത്രമാത്രം വേദനാജനകമായ ഈ ഒരു എനർജിയെ നിങ്ങൾക്ക് കളഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്തള്ളിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തതായി വന്നിരിക്കുന്നത് 4 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. 3 ഓഫ് സോഡ് കഴിഞ്ഞ് 4 ഓഫ് വാൺസ് വരുന്നത് എത്രമാത്രം സന്തോഷത്തിലേക്ക് പോകാനുള്ള എനർജിയാണ് അല്ലേ? ഇവിടെയാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൂടുതലായിട്ട് വരുന്നത്. നിങ്ങളിവിടെ പല കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങളൊരു വീടിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാവാം, ഒരു വാഹനത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാവാം, നിങ്ങളൊരു വിവാഹത്തിന് വേണ്ടി, നല്ലൊരു മാരേജ് ലൈഫിലേക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാവാം, ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാവാം. എന്തായാലും ശരി, നിങ്ങൾ ഈ കണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഐശ്വര്യം വരുന്നുണ്ട്, സമൃദ്ധി വരുന്നുണ്ട്. ഇവിടെ 11 ആണ് കണ്ടില്ലേ? 11 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തന്നെ 88 പോർട്ടൽ ഇന്നും കൂടെ ഉണ്ട്. 8, 9 2 ദിവസങ്ങളിലാണ് 88 പോർട്ടൽ എനർജി കൂടുതലായിട്ടും നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ, തീർച്ചയായിട്ടും ഈ വിഷമത്തെ മറികടന്ന് നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ, ഈ സന്തോഷത്തിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ്, ഈ ഒരു വിഷമത്തിൽ നിന്ന് ഒന്ന് മുക്തി നേടണമെന്ന്, ഇതിൽ നിന്ന് ഒരു മോചനം നേടണം, ആ ചലഞ്ചസിന് അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളെ, പ്രതിസന്ധിയെ ഒന്ന് മറികടന്ന് എനിക്ക് മുന്നോട്ട് വരണം, എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനം വേണം, സന്തോഷം വേണം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ, ജോലി ആഗ്രഹിക്കുന്നുണ്ട്, പുതിയതായിട്ട് ജോലി വേണം, ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു സാധ്യത ഇവിടെ വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇത് നിങ്ങളെ തേടി ഇങ്ങോട്ട് വരികയാണ്. നിങ്ങൾ ഇതിനെ തേടി ഇരുന്ന് കുറച്ച് കാലം കൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് കുറേ കാലം കൊണ്ട് നിങ്ങളിവിടെ അന്വേഷിച്ചിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഐശ്വര്യത്തിൻ്റെതാണ്, മണിപൂരക ചക്രയാണ് കണ്ടില്ലേ? സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷനാണ് ഈ ഒരു കളർ, യെല്ലോ കളർ എന്ന് പറയുന്നത് തന്നെ ചക്രയുടെ കളറാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ധാരാളമായിട്ട് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു, ഒരുപാട് സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു. മനസ്സിലായി? ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടാണ് സന്തോഷത്തിലേക്ക് പോകുന്നത്. അതാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടത്. ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടാണ് ഒരുപാട് സന്തോഷത്തിലേക്ക് പോകുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം, അമിതമായ ദുഃഖം വരുന്ന അമിതമായ ദുഃഖത്തിലിരിക്കാൻ പാടില്ല. അമിതമായ സന്തോഷം വരുമ്പോഴെന്താണ്, അമിതമായ സന്തോഷത്തിൽ ഇരിക്കാൻ പാടില്ല. ഇതിനെ എന്താണ്, രണ്ടിനെയും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറിയും തിരിഞ്ഞും വരുന്ന ഒരു പ്രോസസ്സാണ്.
മനസ്സിലായി. അതുകൊണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇതുപോലെയുള്ള സന്തോഷത്തിൻ്റെതായ ഒരു എനർജി നിലനിർത്താൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നു. ഇത് നിങ്ങളെ തേടി ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു കാർഡൂടെ നമുക്ക് എടുക്കാവേ. ഇവിടെ കണ്ടോ. ഇനി ഇപ്പം ഈ അടുത്തതായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇതാണ്, ധാരാളമായി സാമ്പത്തികത്തിൻ്റെ എനർജിയാണ് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത്. ഇതുവരെ നിങ്ങൾക്കിവിടെ പെൻറ്റക്കിളിൻ്റെ എനർജി വന്നില്ല അല്ലേ? അപ്പോൾ ഇവിടെ കപ്പ് എനർജി വന്നിട്ടുണ്ട്, വാൺസ് എനർജി വന്നിട്ടുണ്ട് ഇവിടെ, അതുപോലെ തന്നെ സോൾ എനർജിയും വന്നിട്ടുണ്ട്. ഇവിടെ വരാത്തത് എന്താണ്? പെൻറ്റക്കിളിൻ്റെ എനർജി ആയിരുന്നു അല്ലേ? ഇനി അതുകൂടി വന്നു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ജോലിയായിരിക്കും, പുതിയൊരു ജോലി ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ചത്. അതുമല്ല എങ്കിൽ ഫിനാൻസ് പരമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്ത് പോകാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇവിടെ ഫിനാൻസ് നിങ്ങളിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി, ഈ ഒരു മണി എനർജിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് പറയാൻ പറ്റും. അങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ഈ ഒരു എനർജി, സാമ്പത്തികത്തിൻ്റെതായ എനർജി വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു മാറ്റം, നല്ലൊരു സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ഇവിടെ നിങ്ങൾ റിട്ടയർമെൻറ്റിൻ്റെ പൈസ, ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ പെൻഷനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ റിട്ടയർ ചെയ്തതിൻ്റെ പൈസയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന എനർജി ആവാം. അത് നിങ്ങളിലേക്ക് വന്നു ചേരുമായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ ചെറിയ ചെറിയ ലോട്ടറി ആവാം, അതിൻ്റെ തന്നെ ഒരു സക്സസ് നിങ്ങൾക്ക് വരുന്നുണ്ടാവും, അതിൻ്റെ തന്നെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം. അതുമല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സിൻ്റേതായ ലാഭം നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം. ഇനി അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത്. ഇത് വളരെ നല്ല എനർജിയാണ്, കണ്ടല്ലേ? ഇവിടെ ഇതെല്ലാം ഇന്ന് വന്നിരിക്കുന്നതെല്ലാം വളരെ നല്ല എനർജിയാണ്. ഈ എനർജി ഒക്കെ നിങ്ങളിലേക്ക് വരാനുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ തേടിയിരുന്നു, ഇത് നിങ്ങളെ തേടിയും വരുന്നുണ്ട്. മനസ്സിലായി? ഇവിടെയും 10 ആണ് വന്നിരിക്കുന്നത്. 10 ഫസ്റ്റ് നമ്മൾ എടുത്തപ്പോൾ ഇവിടെ 10 ആണ് വന്നിരിക്കുന്നത്, ഇവിടെയും 10 ആണ്. അപ്പോൾ ഈ ഒരു 10 എനർജി കണ്ടില്ലേ? 10 എന്ന് പറയുമ്പോൾ എന്താണ്? 1 കൂട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ തുടക്കമാണ്, സന്തോഷത്തിൻ്റെ തുടക്കം വരുന്നു, സാമ്പത്തികത്തിൻ്റെ തുടക്കവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 11 വന്നിട്ടുണ്ട്, ഇവിടെ 88 വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് ചൊറാക്കിൾ കാർഡ്സ് കൊണ്ട് എടുക്കാവേ. ഇനി എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ തേടിയിരിക്കുന്നതാണോ ഇത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം. അതെ, ബ്ലോസമിങ് അബണ്ടൻസ് കണ്ടില്ലേ? അബണ്ടൻസിലേക്ക് വാതിൽ തുറക്കുകയാണ്. 3 ആണ് നമ്പർ വന്നിരിക്കുന്നത്. ഇവിടെ 3 വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ 3 ഓഫ് സോഡിൻ്റെ എനർജിയും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത് 3 ആണ്, നമ്പർ 3 ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്, കണ്ടില്ലേ? അബണ്ടൻസ്, സമൃദ്ധി. അത് എന്തിൻ്റെ സമൃദ്ധിയാണ്? എല്ലാ കാര്യങ്ങളിലും സമൃദ്ധി വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും, സ്നേഹത്തിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങൾ ഒരുപാട് വരുന്നുണ്ട്, സാമ്പത്തികപരമായ കാര്യങ്ങളിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ സൊസൈറ്റിയിലൊക്കെ നിങ്ങൾക്ക് നല്ല വ്യക്തിയായി മുന്നോട്ട് പോകാനുള്ള എനർജി വന്നിട്ടുണ്ട്, സമാധാനത്തിൻ്റെതായ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അബണ്ടൻസ് അനുഭവിക്കാൻ സാധിക്കുന്നു. ഇത് നിങ്ങൾ പ്രതീക്ഷിച്ചതാവാം, അതുമല്ല എങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാവാം. എല്ലാ ദിവസവും നിങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ഐ ആം അബണ്ടൻറ്റ്, ഐ ആം അബണ്ടൻറ്റ്, ഐ ആം സക്സസ്. ഇതൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് വരാതിരിക്കില്ല, വരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നിങ്ങളെ തേടി വരുന്നുണ്ട്, ഈ ഒരു എനർജിയും എന്ന് കാണുന്നു. ഇത് നിങ്ങൾ തേടിയിരുന്നതാണ്, ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. 2 കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 നോക്കാമല്ലേ. ഇവിടെ 8 ആണ് നമ്പർ, കണ്ടില്ലേ? മജീഷ്യൻ ആൻഡ് ദ മിറർ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മജീഷ്യൻ്റെ കഴിവാണ് നിങ്ങൾക്കുള്ളത്. ഒരു ക്രിയേറ്റീവ് എനർജി തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. ഈ ഒരു ക്രിയേറ്റീവ് എനർജിയിൽ കണ്ടോ 8 ആണ്. ഇപ്പോൾ 888 വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 88 വന്ന് ഇവിടെ ഇത് കൂടെ കൂട്ടി 888 വന്നിട്ടുണ്ട്. അപ്പോൾ 5 + 3 8.
അപ്പോൾ ഇവിടെ മജീഷ്യൻ്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്? മജീഷ്യൻ എങ്ങനെയുള്ള എനർജിയാണ്? ക്രിയേറ്റീവ് പവറുള്ള വ്യക്തിയാണ്. നല്ല ക്രിയേറ്റീവ് എനർജിയാണ് മജീഷ്യൻ ഇവിടെ സ്വരുക്കൂട്ടി വെക്കുന്നത്, അല്ലേ? ആ ഒരു എനർജിയിലൂടെയാണ് മജീഷ്യൻ പേരെടുത്ത് മുന്നോട്ട് പോകുന്നത്. അതുപോലെ നിങ്ങളിൽ എല്ലാവരിലും ഉള്ളതാണ് ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത്. ആ ഒരു ക്രിയേറ്റീവ് എനർജി അല്ലെങ്കിൽ ഈ ഒരു ക്രിയേറ്റീവ് പവറിനെ നിങ്ങൾ സ്വയം കണ്ടെത്തി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സക്സസ് നേടാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് എൻ്റെ കഴിവ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കഴിവ് എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും എനിക്ക് സക്സസ് കിട്ടുമായിരുന്നു എന്ന്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അത്രമാത്രം സക്സസ് ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മജീഷ്യൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ. അതായത് അടുത്തത് വന്നിരിക്കുന്നത് ഇവിടെ ഗോഡസ് ഓഫ് ദ മൂണാണ്. കണ്ടില്ലേ? ഇവിടെ മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തന്നെയാണ്. ഇവിടെ 5th ചക്ര ആർക്കേഞ്ചൽ ഗബ്രിയേലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 5ാമത്തെ ചക്ര എന്ന് പറയുന്നത് ഏതാണ്? ത്രോട്ട് ചക്രയാണ്, അല്ലേ? അപ്പോൾ ത്രോട്ട് ചക്രയിൽ എന്താണ്? ഒരു നീല കളറാണ് വന്നിരിക്കുന്നത്. നീല കളറുള്ള ചക്രയാണ് ത്രോട്ട് ചക്ര. നമ്മുടെ 7 ചക്രാസിൽ നമുക്ക് എനർജി ആവോളം തരുന്ന ഒരു 7 ചക്രാസ് ഉണ്ട് നമ്മളുടെ ബോഡിയിൽ. അപ്പോൾ ഇതിൽ 5ാമത്തെ ചക്രയാണ് ത്രോട്ട് ചക്ര എന്ന് പറയുന്നത്, വിശുദ്ധി ചക്ര എന്ന് പറയും. അതിനൊരു നീല കളറാണ്, നമ്മുടെ കഴുത്തിൻ്റെ പുറകുവശത്തുള്ള ചക്രയാണ് ഇത്. അപ്പോൾ ഈ ചക്രയുടെ ആക്ടിവേഷൻ നടത്തുന്നതല്ല, അതല്ല എങ്കിൽ അതിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് തരുന്നത് ആർക്കേഞ്ചൽ ഗബ്രിയേൽ ആണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഗബ്രിയേൽ മാലാഖയുടെ അനുഗ്രഹത്തോടു കൂടിയാണ് നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത്, നല്ല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും സമ്പത്തിനെയും ഒക്കെ കൊണ്ടുതരുന്നത്. മറ്റുള്ളവരുടെ സംസാരം കൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, സംസാരം കൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന എനർജി ഉണ്ട്, അല്ലേ? പലരും സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. എന്നെപ്പോലെയൊക്കെയുള്ള സംസാരിച്ചു കഴിഞ്ഞാൽ പലരും പറയൂ ശബ്ദം വല്ലാതിരിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് അപ്പോൾ ഈ ഒരു മാലാഖയുടെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നു, നിങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും, നന്നായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കണം, ഓപ്പണായിട്ട് ഹൃദയം തുറന്ന് സംസാരിക്കണം, അതുമല്ല എങ്കിൽ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണം, അങ്ങനെ എനിക്കൊരു സക്സസ് വരണം, മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കണം, പോസിറ്റീവായിട്ട് സംസാരിക്കണം, ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും ആരെങ്കിലുമൊക്കെ, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് ഇവിടെ വരുന്നു എന്നുള്ളതും നമുക്ക് പറയാം പറ്റും. ഇത് ബോട്ടം ഓഫ് ദി ഡെക്കാണ് വന്നിരിക്കുന്നത്. ഇതിനിയും നമുക്ക് വന്നതാണ് ഗോഡസ് ഓഫ് ദി മൂൺ. അതായത് മൂണിൻ്റെ എനർജി നമുക്ക് ചേഞ്ചസിനെ കൊണ്ടുതരുന്നതാണ്. അപ്പോൾ മൂൺ എനർജി എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ചസ് കൊണ്ടുതരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ പലപ്പോഴും ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിന് അത്യാവശ്യമാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിന് അത്യാവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പല കാര്യത്തിലും നിങ്ങൾ വിചാരിച്ചതാണ് നിങ്ങൾക്കൊരു ചേഞ്ച് അത്യാവശ്യമാണെന്ന്, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു ചേഞ്ച് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നും വഴക്കും ബഹളമൊക്കെയാണ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ നിന്നൊരു മാറ്റം വരണം, അയ്യോ എന്നും ഇങ്ങനെ അടിപിടി ബഹളം, എന്തോ മനസമാധാനമില്ലാത്ത ഒരു ജീവിതമാണല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക. ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിൽ നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തായിരിക്കും മുന്നോട്ട് പോകുന്നത്, ഒരുപാട് മാനസികമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടാവാം, മെൻ്റലി കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നുണ്ടാകാം, മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിനൊരു മാറ്റം വരുത്തണം, ഇപ്പോൾ ഈ ഒരു സമയത്തെങ്കിലും ഇതിനൊരു മാറ്റം വരുത്തണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത്തരമൊരു അനുഗ്രഹമാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ തേടി തന്നെ വരുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? ഇനി എന്താണെന്ന് നോക്കാം. എന്ത് അനുഗ്രഹമാണ്! ഫ്ലവറിങ് ആണ്, കണ്ടില്ലേ? ഫ്ലവറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുഷ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രിയേറ്റീവ് പവറാണ്, സൈക്രൽ ചക്രയുടെ ആക്ടിവേഷനാണ്. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായ ഒരു സമയമാണ് ഇപ്പോൾ എന്ന് കാണിക്കുന്നുണ്ട്. ഇതൊരു ക്രിയേറ്റീവ് എനർജിയുടെ ഭാഗമാണ്, ദൈവാനുഗ്രഹമാണ് ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്. അതായത് ചിലരൊക്കെ പ്രഗ്നൻസി സ്റ്റേജ് ആഗ്രഹിച്ചിരിക്കുന്നവർ, കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവർ, അത്തരത്തിലുള്ള എനർജീസ് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് നിങ്ങൾ അതിന് ഒരുപാട് പേർ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു എനർജി നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്.
ഇവിടെ കമ്പാരിസനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് കമ്പയർ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ബോധമുണ്ടായി, കോൺഷ്യസ്നെസ് ഉണ്ടായി നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു അല്ലെങ്കിൽ അവയർനെസ് ഉണ്ടായി നിങ്ങൾക്ക്. അങ്ങനെ വന്നപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? ആരെയും കമ്പയർ ചെയ്യാതെ ജീവിക്കണം. കാരണം ദൈവം നമുക്ക് തരാനുള്ളത് നമുക്ക് തരും. മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് ഒരു ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അപ്പോൾ സ്വയം നിലനിൽപ്പാണ് അത്യാവശ്യം. സ്വന്തമായ കഴിവുകൾ ഉപയോഗിച്ച് സ്വന്തമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വയം ക്രിയേറ്റീവ് എനർജി കണ്ടെത്തി അതിലൂടെ വിജയകരമായി മുന്നോട്ട് പോവുക, എഫേർട്ട് എടുക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. അങ്ങനെയൊക്കെ പോകുമ്പോൾ എനിക്കുള്ളത് എന്തായാലും എനിക്ക് തന്നെ കിട്ടും. മറ്റുള്ളവരെന്തനുഭവിച്ചാലും അതുമല്ല ഞാൻ എന്തനുഭവിച്ചാലും അതെൻ്റെ കർമ്മയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരുന്നത് ഇപ്പോൾ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കഴിവ് വന്നതുകൊണ്ട് നിങ്ങളൊരു കമ്പാരിസണ് തയ്യാറാവുന്നില്ല. അതുമല്ല എങ്കിൽ എപ്പോഴും മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചറിവ് ലഭിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു കമ്പാരിസൺ നിങ്ങൾ നടത്തുന്നില്ല. ഈ ഒരു അനുഗ്രഹമാണ് ഇപ്പോൾ നിങ്ങളെ തേടി വരുന്നത് എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചിന്തിക്കാനുള്ള കഴിവ്, ഒറ്റയ്ക്ക് സക്സസ് കൊണ്ടുവരാനുള്ള കഴിവ്, ഇതൊക്കെ നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു കാര്യം ഇവിടെ ഹീലിങ്ങിൻ്റെ സമയമാണ്. കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങളിലേക്ക് ഒരു ഹീലിങ്ങിൻ്റെ സമയമാണ്, ഇൻറ്റൻസിറ്റിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് പല കാര്യങ്ങൾ നിങ്ങൾ ആഴത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. നിങ്ങളുടെ മനസ്സിലാക്കലുകൾ ഒരുപാട് ആഴത്തിലേക്ക് പോകുന്നുണ്ട്. ആ ആഴത്തിലേക്ക് പോകുന്നതോറും നിങ്ങൾ ഹീലായിക്കൊണ്ടേയിരിക്കുന്നു. കാര്യങ്ങളുടെ ഗൗരവത്തിൻ്റെ ആഴത്തിലേക്ക് ഇപ്പോഴാണ് നിങ്ങൾക്ക് പോകാൻ സാധിച്ചത്. നമ്മളിവിടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് സക്സസ് ആയിട്ട് വരുന്നുണ്ട്. ഒരു ഹീലിങ്ങിൻ്റെ സമയമാണ് ഇത്, ഒരു സുഖപ്പെടുത്തലാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ചക്രാസിൻ്റെ ആക്ടിവേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചക്രാസാണ് നമ്മളെ ഹീൽ ചെയ്യുന്നത്. ഓരോ ചക്രാസിനെയും ഹീൽ ചെയ്യുകയാണ് ഇവിടെ. അപ്പോൾ 7 ചക്രാസിനെ ഹീൽ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിലെ പോസിറ്റീവായിട്ടുള്ള എനർജിയെ നമ്മളിലേക്ക് വരുത്തുക ആത്മീയമായ ആ എനർജിയെ ശരീരത്തിൻ്റെ പല ഭാഗത്തും വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ്, പൂർണ്ണ സൗഖ്യം പ്രാപിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന ഒരു പൂർണ്ണ സൗഖ്യം ഉള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് മാറണം, എനിക്ക് അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടണം, മനസ്സിലായി. ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്, ഒരുപാട് അസുഖങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള അസുഖം നിങ്ങളെ ഇപ്പോൾ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവാം, വളരെയധികം ദുഃഖത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുക. നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, ഒന്നുമില്ലേലും വേണ്ടില്ല, എനിക്ക് പണം വേണ്ട, മറ്റൊന്നും വേണ്ട, ദൈവമേ എനിക്ക് സൗഖ്യം തന്നാൽ മതി, എനിക്ക് ശരീരസുഖം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള പല കാര്യങ്ങളും സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ശരീരസുഖത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ഉറക്കമില്ലാത്ത അവസ്ഥകളുണ്ട് അസുഖം ബാധിച്ചിട്ട്, ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും ചിലപ്പോൾ ആഹാരവും വെള്ളവും ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, ഒന്നും വേണ്ടാതെ വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ശാരീരികമായ വേദനകൾ, മറ്റ് അസ്വസ്ഥതകൾ ഒക്കെയും ഉണ്ടായിരിക്കാം. ഇതൊക്കെ കൊണ്ട് ഉറക്കവുമില്ലാത്ത അവസ്ഥ, മറവി കൂടുതലായിട്ട് ബാധിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ നിങ്ങൾക്ക് കൈകാലുകൾ വേദന ഒക്കെയും ഉണ്ടാകാം. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഈ രോഗവിമുക്തി മാത്രം മതി, ഈ രോഗങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും എനിക്ക് മുന്നോട്ട് വന്നാൽ മതി, എനിക്കിതിൽ നിന്ന് ഒരു മുക്തി നേടണം എന്ന് ആഗ്രഹിച്ച് കഴിയുന്ന ഒരുപാട് പേരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഹീലിങ്ങിൻ്റെ സമയമാണ്, സുഖപ്പെടുത്തലിൻ്റെ സമയമാണ്. അപ്പോൾ നിങ്ങൾ സുഖപ്പെട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുക വളരെയധികം പ്രധാനമാണ്. ഇതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷത്തിന് വകയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കർമ്മ കൂട്ടിവെക്കാൻ പാടില്ല, മനസ്സിലായി? നിങ്ങൾക്കിതിൽ നിന്ന് ലഭിക്കുന്നു, നിങ്ങളപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു. നിങ്ങൾക്കിതിൽ നിന്നും സന്തോഷം ലഭിക്കുന്നു, നിങ്ങളപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്നു. എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഞാനിത് പോസിറ്റീവായിട്ട് എടുക്കുന്നു, ഇതിലെ എനർജി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമൻറ്റ് ഇടാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതൊക്കെയും ചെയ്യുക. അപ്പോൾ അങ്ങോട്ട് എടുക്കുക, ഇങ്ങോട്ട് തരാതിരിക്കുക. നമ്മൾ ഒരാളിനോടൊരു സാധനം വാങ്ങിച്ചു തിരിച്ച് അങ്ങോട്ടൊന്നും കൊടുക്കാതെ ചെയ്യുന്നത് എന്താണ്? അത് നമ്മുടെ കർമ്മ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം ഒരവസ്ഥയിലേക്ക് നീങ്ങാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെയും ചെയ്യുക. മനസ്സിലായി? അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.